പറയാണ് ഞാൻ പിയാന്റെ അടുത്താണ് നിൽക്കുന്നതെന്ന്. ഞാൻ എന്റെ അത്ര മോശക്കാരിയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നതെന്നറിയാമോ, ഈ ആഴ്ച ഞാൻ എവിക്റ്റ് പോകണമെന്നാണ്. അപ്പോഴിത് നിൽക്കുള്ളൂ. ഞാൻ എവിക്റ്റ് വീട്ടിൽ ഇരുന്നാലേ ഇവർ മനസ്സിലാക്കുള്ളൂ അനുമോൾ പിയാന്റെ ബസ്സിലല്ല എന്നുള്ളത്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ജീവിക്കാൻ വേണ്ടിട്ടാണ്, ഫെയിമിന് വേണ്ടിട്ടല്ല. കൂട്ടൂടാൻ പിന്നെന്തായിരിക്കും അല്ലേ? കരയണ്ട. നമുക്കെന്താ ഒരു വിലയില്ലേ കണ്ടി കണ്ട ഒരു ഫെയിം കണ്ടിട്ട് കൂട്ടുകൂടാൻ. അപ്പൊ അവരുടെ ഉള്ളിൽ നമ്മുടെ വില ആലോചിച്ചോക്ക്. കാരണം എന്നെ ഇൻഡസ്ട്രിയിൽ അറിയില്ല. ഞാൻ എന്നുള്ള വ്യക്തിനെ എൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും ഈ ഒരു 8 പ്രാവശ്യം നോമിനേഷനിൽ വന്നിട്ടും ഐ ഡോണ്ട് ഹാവ് എ PR ഓൾസോ. എനിക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ശരിക്കും എനിക്ക് ഭയങ്കര പ്രയാസം ഉണ്ടായി ബിഗ് ബോസ്. ഇപ്പോൾ ഞാനങ്ങനെ മെഡിസിൻ കൊടുക്കുന്നത് ഒന്നും പ്രതീക്ഷിച്ചിട്ടോ അങ്ങനെയൊന്നും അല്ല. കാലങ്ങളായിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ ഫാദർ ഒരു പേഷ്യൻ്റാണ്. അപ്പോൾ ഫാദറിന് കൊടുത്ത് എനിക്കറിയാം അങ്ങനെയുള്ളവരുടെ വേദന എന്താന്ന്. അങ്ങനെ എടുത്ത് വിട്, മറ്റുള്ള ആൾക്കാരെ മുന്നിലോട്ട് നമ്മൾ മുതലിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? അങ്ങനെ വിഷമം എന്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയാ, ഞങ്ങളായിട്ടുള്ള ഒരു ബോണ്ടിക്കാൻ ഒറ്റക്ക് കളിപ്പിക്കാനൊക്കെ ആകെ ബുദ്ധിമുട്ടാവുണ്ടെങ്കിൽ ഒരു സേഫ് ഡിസ്റ്റൻസ് ഇട്ടോ, കുഴപ്പമില്ല. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടായാലും നമുക്കൊരു ലൈഫ് ഉണ്ട്. ഇവിടെ അതും ഇതും പല കാര്യങ്ങളും ഉണ്ടാവും. അത് ഓക്കെയാണ്. പക്ഷെ ഇക്കാനെ ഞങ്ങൾ യൂസ് ചെയ്യണമെന്നൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇക്കാർക്ക് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ തെറ്റുകൾ മാത്രമല്ലേ പറഞ്ഞുള്ളൂ, ബാക്കി ആരും പോയിന്റ് ഔട്ട് ചെയ്തില്ലല്ലോ. അതിൻ്റെ ഒക്കെ ഒരു അമർശം സങ്കടം അതിനും വേണ്ടിയുള്ള തെറ്റുകളൊന്നും മാത്രല്ലേ ഓന് ഞാൻ ശരിയാ. അല്ല നിങ്ങൾക്കൊന്നും മെയിൻലി ഇട്ടത് 2 ആഴ്ച കഴിഞ്ഞാൽ കഴിഞ്ഞല്ലേ? ഈ ആഴ്ച അടുത്ത ആഴ്ച കഴിഞ്ഞു. സത്യം എല്ലാവരും ഓരോരോ വഴിക്ക് പോകും.